കടുത്ത വർണ്ണങ്ങളിൽ കുലകുലയായി തൂങ്ങിക്കിടന്ന് കണ്ണിന് കുളിർമയും മനസ്സിന് ആനന്ദവും തരുന്ന പൂക്കളാണ് ജെറേനിയം. അപ്പം ആ ചെടികളുടെ പരിപാലനത്തെക്കുറിച്ചായാലോ ഇന്നത്തെ വീഡിയോ. നമസ്കാരം, ഞാൻ അനില. അഞ്ജുസ്നെസ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ കയ്യിൽ കുറച്ച് ജെറേനിയം കളക്ഷൻസ് ഉണ്ട്. അവയൊന്ന് പരിചയപ്പെടാം. ജെറേനിയം എന്ന് നമ്മൾ വിളിക്കുന്ന ഈ ചെടിയുടെ ശരിയായ പേര് പെലാർഗോണിയം എന്നാണ്. പലതരത്തിലുള്ള ജെറേനിയം ചെടികളുണ്ട്. നാടൻ ജെറേനിയം, ഹൈബ്രിഡ് ജെറേനിയം, പിന്നെ ഹാങ്ങിങ് ജെറേനിയം. വളർത്താൻ ഏറ്റവും എളുപ്പമുള്ള ജെറേനിയമാണ് ഈ നാടൻ ജെറേനിയം. രോഗവും കീടശല്യങ്ങളും മറ്റ് ജെറേനിയങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇതിൽ കുറവാണ്. ചെറിയ തോതിലുള്ള മഴ കൊണ്ടാൽ ചീഞ്ഞു പോകുകയൊന്നുമില്ല. ഇതിൻ്റെ കമ്പ് മുറിച്ചു നട്ട് നമുക്ക് പുതിയ ചെടികൾ ഉണ്ടാക്കാൻ പറ്റും. അധികം ഉയരമൊന്നും വെക്കാത്ത ജെറേനിയമാണ് ഈ ഹൈബ്രിഡ് ജെറേനിയം. ഒരടിയൊക്കെ ഉയരം വെക്കൂ. നിറയെ ശിഖരങ്ങളോടുകൂടി കുറ്റിയായിട്ട് വളരും. വേനൽക്കാലത്ത് നിറച്ചും പൂവുണ്ടാകും. ഇപ്പം മഴയായതുകൊണ്ടാണ് ഇതിനകത്ത് പൂക്കൾ കുറവ്. ഇതിൻ്റെ കമ്പ് നട്ടുപിടിപ്പിക്കാൻ വളരെ പാടാണ്. ഒരു 10 എണ്ണം നട്ടാലേ ഒരെണ്ണമെങ്കിലും വേര് പിടിച്ച് കിട്ടൂ. ഈ സ്റ്റാൻഡിൽ വെച്ചിരിക്കുന്നതെല്ലാം ഹാങ്ങിങ് ജെറേനിയങ്ങളാണ്. മഴയത്ത്
കൊമ്പ് മുറിച്ച് നട്ടാൽ ചീയാനാണ് സാധ്യത. മഴയായതുകൊണ്ട് ഇതിനെ വളരാൻ വിട്ടിരിക്കുക. ഇതൊരു സൺ ലവിങ് പ്ലാന്റാ. 4 മുതൽ 6 മണിക്കൂർ ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമാണ്. നനവും കൂടാൻ പാടില്ല, വളവും കൂടാൻ പാടില്ല. നന കൂടിയാലും കുറഞ്ഞാലും ഇലകൾക്ക് മഞ്ഞ നിറം വരും. ഈ ചെടികൾക്ക് ചെറിയൊരു മഞ്ഞ നിറമുണ്ട്. മഴയല്ലേ, ഈർപ്പം നിന്ന് വേര് ചെയ്യണ്ട എന്നോർത്ത് നന കുറച്ചതുകൊണ്ടാണ്. നനവ് കൂടിയാൽ ചീഞ്ഞു പോകുന്നത് കൊണ്ടാണ് മഴയത്ത് വെക്കരുതെന്ന് പറയുന്നത്. ഹൈബ്രിഡ് ജെറേനിയത്തിൻ്റെ തണ്ടിന് ഈ കളർ മാറിയിട്ട് ഒരു ബ്രൗൺ കളറിലേക്ക് വരും. അതും നന കൂടുന്നതിൻ്റെ ലക്ഷണമാണ്. ഹൈബ്രിഡ് ജെറേനിയത്തിന് വേരുചീയൽ രോഗം കാണാറുണ്ട്. 1 ടീസ്പൂൺ ഫംഗിസൈഡ് 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തി ഇലയിലും തണ്ടിലും പിന്നെ ചെടിയുടെ ചുവട്ടിലും ഒഴിച്ചു കൊടുക്കണം. ഇത് അധികം നീണ്ടു പോകാതെ കുറ്റിയായി നിൽക്കാൻ ഇതിൻ്റെ കൂമ്പ് നുള്ളിക്കളഞ്ഞാൽ മതി. ഇതുപോലെ നീണ്ടു വരില്ല. പൂ വിരിഞ്ഞു കഴിഞ്ഞാൽ ഈ ഡെഡ് ഫ്ലവർ ഹെഡ്സ് ഇല്ലേ, അത് നുള്ളിക്കളയണം. ഹാങ്ങിങ് ജെറേനിയത്തിന് വേരുചീയൽ രോഗം കണ്ടിട്ടില്ല. പക്ഷെ മൂഞ്ഞയുടെ ആക്രമണം നല്ല രീതിയിലുണ്ടാവും. 5 മില്ലി വേപ്പെണ്ണയും 10 തുള്ളി ലിക്വിഡ് സോപ്പും 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് ആഴ്ചയിൽ ഒരിക്കൽ തളിച്ചു കൊടുക്കണം. വേനൽക്കാലത്ത് ദിവസവും നനയ്ക്കണം. വെള്ളം കെട്ടിക്കിടക്കാതെ ശ്രദ്ധിക്കണം. പൊട്ടാസ്യത്തിൻ്റെ അളവ് കൂടുതലുള്ള വളങ്ങൾ ഉപയോഗിച്ചാൽ കൂടുതൽ പൂവുണ്ടാകും. പഴത്തിൻ്റെ തൊലി, പച്ചക്കറികളുടെ പുറംതൊലി ഇവ കഞ്ഞി വെള്ളത്തിലിട്ടിട്ട് ഒരു 3 ദിവസത്തിന് ശേഷം നേർപ്പിച്ചൊഴിക്കണം. ഈ കൂട്ടിൽ പൊട്ടാസ്യം നല്ല തോതിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് പൂക്കളും ധാരാളമായിട്ട് ഉണ്ടാകും. നല്ല നീർവാർച്ചയുള്ള പോട്ടി മിക്സാണ് ജെറേനിയത്തിന് നല്ലത്. 50% മണലും 30% മണ്ണും 20% ഉണക്ക ചാണകപ്പൊടിയും ചേർത്തുണ്ടാക്കിയ മിശ്രിതത്തിൽ നമുക്ക് ജെറേനിയം നട്ടു വളർത്താം. ഒരു 4 ഇഞ്ച് നീളമുള്ള ഇതുപോലത്തെ തണ്ട് വേണം നടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ. ഇതിൻ്റെ ഇലയൊക്കെ നുള്ളിക്കളഞ്ഞിട്ട് വേണം നടാൻ. ഹാങ്ങിങ് ജെറേനിയത്തിൻ്റെ കമ്പ് വേര് പിടിപ്പിക്കാൻ തയ്യാറാക്കുന്ന പോട്ടി മിക്സിൽ കൂടുതൽ ഭാഗവും മണലും പിന്നെ ചകിരിച്ചോറും മതി. ഈ മിശ്രിതം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇനി നമുക്ക് ഇത് ഈ പോട്ടിലേക്ക് നടാം. നട്ട് ഒരു 30 ദിവസത്തിനകം വേര് പിടിക്കും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ എന്തെങ്കിലും സംശയങ്ങളോ നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ കൂടെ കൂടണം.